ഹലോ, വെൽക്കം ബാക്ക് ടു നിതീസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ല വെയിലാണ് കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു പച്ചക്കറി തോട്ടമാണ്. അപ്പോൾ നമുക്ക് കാണാം. നിച്ചു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ താമസിച്ചതിന് ശേഷം നമ്മൾ കുഴിച്ചിട്ടതാണ് കേട്ടോ ഇവിടെ എല്ലാ ചെടികളും. കാരണം നമ്മുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പച്ചക്കറി തോട്ടം വേണം, ഒരുപാട് ചെടികൾ വേണം എന്നൊക്കെ ഉള്ളത്. മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരാഗ്രഹം പോലെ തന്നെ. അപ്പം ഇത് നമ്മളെ കൊണ്ടൊക്കെ നടക്കും കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുണ്ടായ ചുരങ്ങിയാണ് കേട്ടോ. നേരത്തെ ഫോട്ടോയിൽ കാണിച്ച് ഓൾറെഡി പറിച്ചു പോയി, അതുകൊണ്ടാണ് ഫോട്ടോ ആയിട്ട് അറ്റാച്ച് ചെയ്തത്. ഇനി പറിക്കാനുള്ളത് കുറച്ചെണ്ണം ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ വീട്ടിലുണ്ടായ തക്കാളികളാണ്. നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ അതിന് സപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടെല്ലാം ഇങ്ങനെ താഴെ വീണു പോയതാണ്. പിന്നെ നല്ല വെയിലാണല്ലോ, പച്ചക്കറിക്ക് വേണ്ടുന്ന അടിസ്ഥാനമായിട്ടുള്ള സാധനം കിട്ടുന്നുണ്ട്. പിന്നെ മണ്ണ് അത്യാവശ്യം ഭയങ്കര ടഫാണ്. അതായത് മണ്ണ് ഭയങ്കര വെള്ളമൊക്കെ ചേർന്ന് കഴിയുമ്പം ഭയങ്കര സിമൻറ്റ് ടെക്സ്ചർ ആവുന്ന ടൈപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിങ്ങനെ കുത്തിയിളക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിച്ചു അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. നിച്ചു ഓരോന്നും നിച്ചുവിൻ്റെ വക എക്സ്പ്ലനേഷനാണ്. പക്ഷേ ആർക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് അത് ക്യാപ്ചർ ചെയ്യാണ്ടിരുന്നത്. പിന്നെ ആളത് നിന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാനതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വെണ്ടയ്ക്കയുണ്ട്, പിന്നെ തക്കാളി, നമുക്ക് പയർ, പച്ചമുളക് നമ്മളിപ്പോൾ വാങ്ങാറില്ല പുറത്തുനിന്ന്. പച്ചമുളക്, ഇവിടെയുള്ള ചീരാമുളകും. ഇത് നമ്മുടെ വീഡിയോയിൽ കാണിച്ച് ചുവപ്പ് വെണ്ടയാണ് കേട്ടോ നേരത്തെ വന്നത്. അത് ഷോർട്സിലുണ്ട്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. പിന്നെ ഇത് ചീരയാണ്. ചീര ഒരു 3-4 തവണ പറിച്ചു. പിന്നെ ഇത് ചീരാമുളക് ഉണ്ടായിട്ടുണ്ട്, വെള്ളമുളക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു വയലറ്റ് മുളക് ഇപ്പോൾ കുഴിച്ചിട്ടിട്ടുണ്ട്, എന്താ അവസ്ഥ എന്നറിയില്ല. ഇത് വെണ്ടയാണ്. പിന്നെ പയറൊക്കെ ഉണ്ടാകുമ്പം 1, 2, 3 എണ്ണം അങ്ങനെ ഭയങ്കര മിനിമം ക്വാണ്ടിറ്റിയാണ്. അപ്പം അറ്റ് ടൈം നമുക്കൊരു ഉപ്പേരിക്കോ അല്ലെങ്കിൽ കറിക്കൊന്നും കിട്ടില്ല. നമ്മൾ പറിച്ച് വെച്ച് ഇതാക്കിയിട്ടാണ് എടുക്കാറുള്ളത്. ഇതൊക്കെ പിന്നെ വെള്ളമുളകാണ്. പിന്നെ നമ്മൾ പപ്പായ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, പൊങ്ങി വരുന്നേ ഉള്ളൂ. രണ്ടുപേരും കൂടെ നന്നായി തലോടി ലാസ്റ്റ് കുളിപ്പിച്ച് കുട്ടി ഉണ്ടാവില്ല എന്നുള്ള സിറ്റുവേഷനാണ്. എന്നാലും രസമാണ്, അവർക്കൊരു എക്സ്പോഷറാണ്. മണ്ണിൻ്റെ അലർജി ഒന്നും ഉണ്ടാവില്ലല്ലോ, കുട്ടികൾ മണ്ണിലൊക്കെ കളിക്കണം എന്നാണല്ലോ. അപ്പം ഇത് അപ്പുറത്തെ സൈഡാണ് കേട്ടോ. 2 സൈഡിലും നമ്മളിതുപോലെ തന്നെ വീടിൻ്റെ 2 ഭാഗത്തും നമ്മൾ ഇങ്ങനെ സ്പേസ് വിട്ടിട്ടുണ്ട്, കുറച്ച് ഭാഗം നമുക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് വയലറ്റ് മുളകാണ്. പിന്നെ കപ്പ നട്ടിട്ടുണ്ട്, പക്ഷേ കപ്പയിലൊന്നും നമുക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം മണ്ണ് ഭയങ്കര ഹാർഡല്ലേ, അപ്പോൾ കിഴങ്ങുണ്ടാവാനുള്ള ചാൻസൊക്കെ കുറവാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ അടിപൊളിയാണ്. സ്വന്തമായിട്ട് നമ്മൾ നനച്ചിട്ടുണ്ടാകുന്ന പച്ചക്കറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇപ്പോൾ വിത്തൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുമല്ലോ, നല്ല ട്രീറ്റഡ് ആയിട്ടുള്ള വിത്ത് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായ ശല്യങ്ങളൊന്നുമില്ല, ഈ കീടങ്ങളുടെ ശല്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ അത്യാവശ്യം വീട്ടിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പഴയ നമ്മുടെ പെയിൻറ്റിൻ്റെ ബക്കറ്റിലാക്കിയിട്ട് അതാണ് നമ്മൾ ബയോ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് പ്ലാന്റുകളൊന്നും ഇല്ല, ഫെർട്ടിലൈസർ പ്ലാന്റ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പണ്ടുണ്ടായിരുന്നു, അപ്പോൾ ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇപ്പം നമ്മൾ തന്നെ ചെറിയ സെറ്റപ്പിൽ ചെയ്ത് വരികയാണ്. ഇത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പയറും തക്കാളി എല്ലാവരും ഇതും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ടൈം അറിയാമല്ലോ, കുറച്ച് ടൈം കൂടുതലാണല്ലോ ചൂടിനും വെയിലിനും. അതുകൊണ്ട് മോർണിംഗ് ഒന്നും നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും നടാനൊക്കെ ഇറങ്ങാമെന്ന് വെച്ചാൽ ഭയങ്കര ഹെവി വെയിലാണ്. ഒരു മോർണിംഗ് ഒരു 8 o'clock മുതൽക്ക് ഈവനിങ് ഒരു 5:30 വരെ നമുക്ക് മുറ്റത്ത് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇവിടെ തക്കാളി എല്ലാം കൂടെ ചമ്മന്തി ആക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ തക്കാളി ഇതാ പറിക്കുന്നുണ്ട്. ഇത് പറിക്കാനും ഒരു വല്ലാത്തൊരു ഫീലാണ്, നടുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴേ ഈ തക്കാളിൻ്റെ മേലുള്ള സാധനം ഉണ്ടാവില്ലല്ലോ, അതാളവിടെ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഇവൻ കഴിക്കുന്ന കണ്ടിട്ട് നിധി ഒന്ന് കഴിക്കാൻ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു തക്കാളിക്കൊന്നും വലിയ മാറ്റങ്ങളും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. താഴെ വീണു. അത് പിന്നെ കഴുകി കൊടുക്കാമെന്നൊന്നും കേട്ടില്ല, അത് റിമൂവ് ചെയ്യാൻ വേണ്ടി. ഇത് മുല്ലയാണ് കേട്ടോ, നമ്മൾ മേത്തോട്ട് താഴത്തുനിന്ന് കൊണ്ടുവന്ന് തന്നെയാണ് മുല്ല. അത് നിറയെ മുട്ടിട്ടിട്ടുണ്ട് എല്ലാ സീസണും. നിങ്ങൾക്കപ്പോൾ ഈ കുഞ്ഞ് കൃഷിത്തോട്ടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. അപ്പം സീ യു നെക്സ്റ്റ് ടൈം.